Honorable Chair, Baburaj Bhagwati, and Aisha Banu, who gave us a very remarkable introduction, my co-panelist, Hilal. So basically, I'll be talking about society and state and society in contemporary India. I'll be switching over to Malayalam. Let me sum up some of my arguments for the time being. My argument is that Indian state and society is going through a structural change. And various academic engagements have already established this argument. I'm not the first one to argue this. There are different streams of scholars who have already expressed their views that after the coming of the contemporary dispensation, which is called Narendra Modi government, there are changes happening in the state and society, structurally, politically, ideologically. In the next argument, I'm going to say that this is happening not by dismantling the existing system, which is Indian Constitution. So by keeping Constitution, this change is happening. Supposedly, it shouldn't have happened like that, because the Constitution was considered to be the roadblock or the defending factor of idea of India. But unfortunately or fortunately, that is happening. ഇവിടെ ഇന്നത്തെ ഈ ഒരു സെമിനാറിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കോർ തീം എന്ന് പറയുന്നത് തന്നെ ഭരണഘടനയുടെ വാഗ്ദാനങ്ങളും ഷെയർഡ് ഹ്യൂമാനിറ്റിയും ഷെയർഡ് ഈക്വൽ സിറ്റിസൺഷിപ്പുമാണ്. നമ്മുടെ ഭരണഘടന നിലനിൽക്കെ തന്നെ, ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം നിലനിൽക്കെ തന്നെ, കണ്ടംപററി സമകാലിക ഭാരതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ അടയാളപ്പെടുത്താനും ആ മാറ്റങ്ങൾ ഭരണഘടന നിലനിൽക്കെ തന്നെ എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ശ്രമിക്കുക. നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട 2-3 പുസ്തകങ്ങളെ പറ്റി ഞാൻ ആദ്യം പറയാം. ഒന്ന് റിപ്പബ്ലിക് ഓഫ് ഹിന്ദുത്വ, ബദ്രി നാരായണൻ, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം വളരെ ഇലോബറേറ്റ്ലി വളരെ വിശദമായി അദ്ദേഹം സംസാരിക്കുന്നത് എങ്ങനെയാണ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിപ്പബ്ലിക് ഓഫ് ഹിന്ദുത്വയിലേക്ക് ഒരുതരം പരകായ പ്രവേശം സാധ്യമാവുന്നത്, ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കെ തന്നെ എങ്ങനെയാണ് ഹിന്ദുത്വ എന്നത് ഈ രാജ്യത്തിൻ്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ പ്രത്യയശാസ്ത്രമായി മാറുന്നത്. മറ്റൊന്ന് സഫ്രോൺ റിപ്പബ്ലിക്, അത് എഴുതിയത്, അതൊരു എഡിറ്റഡ് വർക്കാണ്. തോമസ് ഹാൻസണും ശ്രീരൂപ റോയിയും കൂടി എഡിറ്റ് ചെയ്തൊരു വർക്കാണ്. അതിൽ അവർ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഗവൺമെൻ്റൽ ഹിന്ദുത്വ എന്നാണ്. ഗവൺമെൻ്റൽ ഹിന്ദുത്വ. പുതിയ മാറിയ രാഷ്ട്രത്തെപ്പറ്റി സംസാരിക്കുന്ന മറ്റു ചില തിങ്കേഴ്സ് പറയുന്നത് ന്യൂ ഹിന്ദുത്വ എന്ന പ്രയോഗമാണ്. ന്യൂ ഹിന്ദുത്വ, ദർ ഇസ് സംതിങ് ന്യൂ. എന്താണ് ഈ ന്യൂ? എന്താണ് ഈ നവഹിന്ദുത്വം? ആ നവഹിന്ദുത്വം സമൂഹത്തിലും രാഷ്ട്രത്തിലും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 1950 ജനുവരി 26 നമ്മൾ സ്വീകരിച്ച വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരായ നമ്മൾ എന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിച്ച ഭരണഘടനയിൽ നിന്ന് വിഭിന്നമായി ഈ കാലഘട്ടത്തിൽ സമൂഹത്തിലും സ്റ്റേറ്റിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? According to these scholars, according to various analysts, political scientists, theoreticians, yes, some changes are happening, which is very visible. 2014 BJP സർക്കാരിനേക്കാൾ 2014 BJP സർക്കാരും ബാബരി അയോധ്യ രാമജന്മഭൂമി പ്രശ്നങ്ങളെ തുടർന്ന് രാജ്യത്ത് രൂപപ്പെട്ടു വന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ തമ്മിലുള്ള ഘടനാപരമായ വ്യത്യാസം എന്താണ്? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Scholars are saying yes.
ദിസ് ഈസ് ന്യൂ ഹിന്ദുത്വ, ഗവൺമെൻറ്റൽ ഹിന്ദുത്വ, സഫ്രൻ റിപ്പബ്ലിക്, റിപ്പബ്ലിക് ഓഫ് ഹിന്ദുത്വ. 2014 നരേന്ദ്രമോദി അധികാരമേറ്റെടുത്തതിന് ശേഷം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം അദ്ദേഹം നടത്തിയ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രയോഗം 1200 വർഷങ്ങൾക്ക് ശേഷമുള്ള അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് എൻ്റെ അധികാരത്തിലൂടെ സാധ്യമായിരിക്കുന്നത് എന്നായിരുന്നു. അതങ്ങനെ 1200 വർഷം മുമ്പുള്ള അടിമത്തത്തിൽ നിന്നുള്ള മോചനം. കാരണം നരേന്ദ്രമോദി ഇലക്ട്രലി ഫൈറ്റ് ചെയ്തത് കോൺഗ്രസിനോടാണ്. കോൺഗ്രസ് മുക്ത് ഭാരത് എന്നതായിരുന്നു BJPയുടെ മുദ്രാവാക്യം. പക്ഷേ അദ്ദേഹം പറയുന്നത് 1200 വർഷം. ഏതാണ് ഈ 1200 വർഷം? അദ്ദേഹം തൻ്റെ ഭരണത്തെ നിർവചിക്കാൻ 1200 വർഷം മുമ്പത്തെ അതിൽ നിന്നുള്ളൊരു ഡിപ്പാർച്ചറായി അവതരിപ്പിച്ചത് ഇന്ത്യ മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന കാലത്തോട് ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു. 1193 മുതൽ കുതുബുദ്ദീൻ ഐബക്കും ഒക്കെ സ്ഥാപിച്ച സോക്കോൾഡ് മുസ്ലിമാണോ ഇസ്ലാമാണോ എന്നൊക്കെയുള്ള ചരിത്രകാരന്മാർക്കിടയിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഭരണകൂടങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2014 അദ്ദേഹം അധികാരമേറ്റ് 2015 അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ ദാദ്രി എന്ന് പറയുന്ന, ഹരിയാനയിലെ ദാദ്രി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് 52 വയസ്സുകാരൻ അഖ്ലാഖ് കൊല്ലപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, രാജ്യത്ത് ആദ്യമായി ഈ പറയുന്ന ഇൻടോളറൻസിനെ പറ്റിയുള്ള സമരങ്ങൾ അരങ്ങേറിയ ഘട്ടം. ജസ്റ്റിസ് രജീന്ദർ സച്ചാർ അടക്കം ഡൽഹിയിലെ തെരുവീതികളെ പ്രക്ഷുബ്ധമാക്കിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കാലം. തൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ ബീഫ് സൂക്ഷിച്ചു എന്നതായിരുന്നു അഖ്ലാഖ് ചെയ്ത കുറ്റം. അതിൻ്റെ തുടർന്നാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ ആൾക്കൂട്ടം അടിച്ചു കൊന്നത്. എന്താണ് അതിനെ തുടർന്ന് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസറായിരുന്നു, മുഹമ്മദ് സർതാജ്. ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്നുകൊണ്ട് പറഞ്ഞു, സാരേ ജഹാൻ സെ അച്ച, നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുത് എന്ന് ലോകത്തോട് അഭ്യർത്ഥിച്ചു. പക്ഷേ പിന്നീട് ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കക്ഷി ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചപ്പോൾ മഹേഷ് ശർമ്മ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് 8 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. മാത്രമല്ല ദേശീയ പതാക അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് മേലെ പുതപ്പിച്ചു. പിന്നീട് 16ഓളം പ്രതികൾക്ക് നാഷണൽ തെർമൽ പവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ദാദ്രിയിലെ തന്നെ നാഷണൽ തെർമൽ പവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലിയും നൽകി. പ്രതികൾക്ക് ഈക്വൽ സിറ്റിസൺഷിപ്പ് പ്രഖ്യാപിക്കുന്ന ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് തന്നെയാണ് ഇത് സംഭവിച്ചത്. ബാബരി മസ്ജിദ് വിധിന്യായം, ഈയിടെയാണ് ബാബരി മസ്ജിദ് വിധിന്യായം എഴുതി എന്ന് കരുതപ്പെടുന്നു. അദ്ദേഹം ആയിരുന്നില്ല അന്ന് ചീഫ് ജസ്റ്റിസ്. ആ വിധിന്യായം എഴുതിയത് DY ചന്ദ്രചൂഡാണ്. അങ്ങനെയാണല്ലോ, നമ്മുടെ എഴുത്തിൻ്റെ ശൈലി നോക്കി, കോടതി വിധിയുടെ ശൈലി നോക്കി ഏത് ജഡ്ജാണ് വിധി എഴുതിയതെന്ന് ലീഗൽ എക്സ്പേർട്ടുകൾ പറയാറുണ്ട്. അതുപോലെ ഈ ബാബരി മസ്ജിദിൻ്റെ വിധിന്യായം എഴുതിയത് DY ചന്ദ്രചൂഡാണെന്ന് പറയാറുണ്ട്. അദ്ദേഹം ഈയിടെ പറഞ്ഞു, ബാബരി മസ്ജിദ് പൊളിച്ചതും ആ വിധിന്യായവും, അല്ലെങ്കിൽ ആ വിധിന്യായം ശരിയായിരുന്നു എന്ന് അദ്ദേഹം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു. കാരണം ശ്രീരാമക്ഷേത്രം നിലനിന്ന സ്ഥലത്താണത്രേ അദ്ദേഹത്തിൻ്റെ തന്നെ വിധിന്യായത്തെ, ആ വിധിന്യായത്തിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. വിധിന്യായത്തിൽ ഒരു ക്ഷേത്രം നിലനിന്ന സ്ഥലത്താണ് ബാബരി മസ്ജിദ് നിർമ്മിച്ചത് എന്നില്ല. പക്ഷേ അദ്ദേഹം ഈ അടുത്ത് നടത്തിയ പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്, അദ്ദേഹം ഏറ്റവും ലേറ്റസ്റ്റായി അദ്ദേഹം ഇറക്കിയ പുസ്തകത്തിൻ്റെ പേര് വൈ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റേഴ്സ് എന്നാണ്. എന്തുകൊണ്ട് ഭരണഘടന പ്രധാനമാണ്. ഇമാജിൻ, ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ. ഫ്രഞ്ച് സമൂഹത്തിൽ 1894 നടക്കുന്ന ഒരു സംഭവമുണ്ട്, ആൽഫ്രഡ് ഡ്രെഫ്യൂസ് സംഭവം എന്നാണ് അറിയപ്പെടുന്നത്. ആൽഫ്രഡ് ഡ്രെഫ്യൂസ്, അന്ന ഹാരൻ്റെ ഒക്കെ ഒറിജിൻസ് ഓഫ് ടോട്ടാലിറ്റേറിയനിസം എന്നൊക്കെ പറയുന്ന വർക്കിൽ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു വർക്കാണ്. ആൽഫ്രഡ് ഡ്രെഫ്യൂസ് ഒരു ജൂതനായിരുന്നു, ഫ്രഞ്ച് പട്ടാളത്തിലെ ജൂതനായ ക്യാപ്റ്റൻ. ഈ ജൂതനായ ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ജർമ്മനിക്ക്, നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്ന പോലെ ഫ്രഞ്ച് ജർമ്മൻ തർക്കം വളരെ ചിരപുരാതനമായ, നമ്മുടെ തർക്കത്തിനേക്കാൾ കൂടുതൽ മുൻപോട്ട് പോകുന്ന ഒരു ശത്രുതയുള്ള രാജ്യങ്ങളാണ്. ഇന്ന് സ്ഥിതി ഡിഫറൻ്റ് ആണ്. ശത്രുരാജ്യത്തിന് രഹസ്യം ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞ് ഈ ജർമ്മനിക്ക് രഹസ്യം ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞ് ഈ ആൽഫ്രഡ് ഡ്രെഫ്യൂസ് എന്ന് പറയുന്ന കക്ഷിയെ ഫ്രഞ്ച് പട്ടാള കോടതി വിചാരണയ്ക്ക് വെച്ചു. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് വിധിച്ചു. ഡെവിൾസ് ഐലൻഡ്, നിങ്ങൾ പാപ്പിയോൺ എന്ന് പറയുന്ന നോവൽ വായിച്ചവരായിരിക്കും പലരും.
ഡെവിൾസ് ഐലൻഡിലേക്ക്, അഥവാ നമ്മളിന്ന് മലബാറിൽ നിന്ന് മാപ്പിളമാരെ അന്തമാനിൽ കൊണ്ടുപോയി ഇട്ടതുപോലെ എത്ര ഭീകരമായിട്ട് ആളുകളെ ശിക്ഷിക്കാമോ അത്ര ഭീകരമായ ശിക്ഷ ഉറപ്പാക്കിയിരുന്ന പീനൽ കോളനിയിലേക്ക് ജീവപര്യന്തം തടവിന് അദ്ദേഹത്തെ വിധിച്ചു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരാൾ പറയുന്നത് ഇദ്ദേഹം കുറ്റക്കാരനല്ല, വേറെ ആളാണ് ശരിക്കും ഈ പറയുന്ന രഹസ്യം ചോർത്തിയത്. പക്ഷേ ഫ്രഞ്ച് സമൂഹം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. വീണ്ടും വിചാരണ നടന്നു. ആ വിചാരണയിൽ അദ്ദേഹത്തെ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിച്ചില്ല, അദ്ദേഹത്തിന് ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തു. ഇത് ലോക സമൂഹത്തിന് മുമ്പിൽ എങ്ങനെയാണ് മൈനോറിറ്റീസ്, കാരണം ഫ്രഞ്ച് സമൂഹം ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രാറ്റേണിറ്റി എന്ന് പറയുന്ന ആശയത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു ദേശരാഷ്ട്രത്തിലെ ഒരു ന്യൂനപക്ഷ വ്യക്തി എങ്ങനെയാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്നതിൻ്റെ ഒരു സൂചകമായിട്ട്, ഒരു ഉദാഹരണമായിട്ട് തിയറിറ്റീഷ്യൻസ് അന്ന ആരൻഡിനെ പോലെയൊക്കെയുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഘടകമാണ്. ഇൻഫാക്ട് നമ്മുടെ ഈ സയണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകൻ ഈ വിചാരണ കാണാൻ പോയിരുന്നുവെന്നും അതിൽ നിന്നാണ് സയണിസം, വേൾഡ് സയണിസം ഒറിജിനേറ്റ് ചെയ്തത് എന്നൊക്കെ പറയാറുണ്ട്. ഈ സൂചകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഈക്വാളിറ്റി, ലിബർട്ടി, ഫ്രാറ്റേണിറ്റി എന്ന് പറയുന്ന ആധുനിക ദേശരാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനപ്പെട്ട ആശയങ്ങൾ ഉൾച്ചേർക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കെ തന്നെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു. ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം, നേരത്തെ ആസിഫ് മുജ്തബ ഇവിടെ സംസാരിച്ചു. ഷർജിൽ ഇമാമിൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങളുടെയൊക്കെ JNUവിലൊക്കെ ഞങ്ങളുടെ കൂടെ പഠിച്ച ആളാണ്. ഇന്ന് 5 വർഷക്കാലമായി 6 വർഷക്കാലമായി ജയിലിലാണ്. എന്തിനാണ്? ഷർജിൽ ഇമാം, ഉമർ ഖാലിദ് എന്നിവർ ജയിലിലാണ്. എന്തിനാണ്? CAA എന്ന് പറയുന്ന ഇന്ത്യയിലെ പൗരന്മാരെ, ഏക പൗരത്വം ഉറപ്പാക്കുന്ന ഭാരതത്തിലെ പൗരന്മാരെ 2 പൗരത്വം നൽകുന്ന രീതിയിൽ, വ്യത്യസ്ത പൗരന്മാരാക്കി ചിത്രീകരിക്കുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തപ്പെടുകയും അതിനെതിരെ ഷഹീൻ ബാഗ് എന്ന് പറയുന്ന ദില്ലിയിലെ പ്രദേശത്ത് സമരം നയിച്ചു എന്നതായിരുന്നു ഈ പറഞ്ഞ 2 ആളുകൾ ചെയ്ത തെറ്റം. ഇവർക്കിതുവരെ ജാമ്യം കിട്ടി, 2 പ്രാവശ്യം ജാമ്യം കിട്ടി. പക്ഷെ ജാമ്യം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം. ബെയിൽ ഈസ് റൂൾ, പ്രിസൺ ഈസ് എക്സെപ്ഷൻ. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ 1977 എഴുതിയ വിധിന്യായത്തിലെ വളരെ വിശ്രുതമായ വരികളാണ്. ബെയിൽ ഈസ് റൂൾ, ജാമ്യമാണ് നിയമം, പ്രിസൺ, ജയിൽ അത് എക്സെപ്ഷനാണ് എന്നെഴുതിയ ഭരണഘടനയുടെയും വിധിന്യായങ്ങൾക്കിടയിലും ഈ പറയുന്ന സ്ഥിതി അവശേഷിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചേക്കാം, 11 വർഷം കൊണ്ട് നരേന്ദ്രമോദി എങ്ങനെ ഈ ചേഞ്ച് ഉണ്ടാക്കി? അത് പോസിബിൾ ആണോ? ഗവൺമെൻറ് സ്ട്രക്ചർ, ഇതൊക്കെ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ഇത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നതാണ്? എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം സുപ്രീം കോടതി ലോയറാണ്, ലീഗൽ ഫണ്ടമെൻ്റലിസം മുന്നോട്ട് വെക്കുന്ന ആളാണ്. മൂപ്പര് പറയാറ് കോൺസ്റ്റിറ്റ്യൂഷൻ വിൽ സേവ് അസ്, ഡോണ്ട് വറി ഷംസീർ. അദ്ദേഹം ഒഡീഷക്കാരനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വിൽ സേവ് അസ്. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കെ തന്നെ ഇത് സാധ്യമാകുന്നു. അതെങ്ങനെ? ബിക്കു പരേഗ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം നെഹ്റുവിനെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് വെച്ചൊരു ആശയമുണ്ട്, നാഷണൽ ഫിലോസഫി ഓഫ് നെഹ്റു. 1950-കൾ മുതൽ 1970-കൾ വരെ, അതിനുശേഷവും നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ, ആ സ്റ്റേറ്റിൻ്റെ ഘടനകളെ നിർണ്ണയിച്ചത് നെഹ്റുവിൻ്റെ ആശയങ്ങളായിരുന്നു. പ്ലാനിങ്, സെക്യുലറിസം, ഡെവലപ്മെൻറ്റ് മോഡലുകൾ, ഇതൊക്കെ നെഹ്റു മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിയറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം നരേന്ദ്രമോദി ഏകദേശം നെഹ്റുവിനോളം തന്നെ ഭരിക്കാൻ അവസരം കിട്ടിയ ആളാണ്. 11 വർഷമായി, അദ്ദേഹത്തിൻ്റെ മാൻഡേറ്റ് 15 വർഷമാണ്. നെഹ്റുവിനോളം തന്നെ ഭരിക്കാൻ അവസരം കിട്ടിയ ആളാണ്. സോ ദിസ് ഈസ് പോസിബിൾ. പക്ഷെ എങ്ങനെ ഇത് സാധ്യമാവുന്നു? എന്താണ് ഭരണഘടന ഇതിനെപ്പറ്റി പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിന് ഇത് സാധ്യമാവും, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ? ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്ത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, പലരുടെയും ഭാഷയിൽ ഈ ഡോക്യുമെൻ്റ് വിൽ സേവ് അസ്. പക്ഷെ അംബേദ്കർ, ഈ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന അംബേദ്കർ 1949 നവംബറിലാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അവസാനത്തെ പ്രസംഗങ്ങളിലൊന്ന് അദ്ദേഹം പറഞ്ഞത്, ആരാണോ ഈ ഭരണഘടന കൈകാര്യം ചെയ്യുന്നത് അതുപോലെയായിരിക്കും ഇതിൻ്റെ ഭാവി എന്നാണ്. ആരാണോ ഈ ഭരണഘടന കൈകാര്യം ചെയ്യുന്നത്, ദർ ഈസ് നത്തിങ് ഹോളിനെസ്, ദർ ഈസ് നത്തിങ് ഹോളി ഇൻ ദിസ് ഡോക്യുമെൻറ്റ്. ഈ ഡോക്യുമെൻറ്റിനെ വളക്കാനും തിരിക്കാനും ഒക്കെ സാധിച്ചേക്കുമെന്ന സൂചനയായിരുന്നു ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വെച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഭരണഘടന കത്തിക്കും. 1955 രാജ്യസഭയിൽ 1955 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 14-ാം ഭേദഗതിയെ ചുറ്റിപ്പറ്റി നടന്ന ചർച്ചയിൽ രാജ്യസഭാംഗമായിരുന്ന അംബേദ്കർ നടത്തുന്ന ഒരു പരാമർശമുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരു രാജ്യസഭാംഗം പറയും,
നിങ്ങളല്ലേ ഇത് കത്തിക്കണം എന്ന് പറഞ്ഞ ആൾ എന്ന് പറയുമ്പോൾ അംബേദ്കർ പറയുന്നത്, നന്നായി നിങ്ങളിത് ഉയർത്തിയല്ലോ, എൻ്റെ ഇതിനുള്ള മറുപടി, ദൈവത്തെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ക്ഷേത്രത്തിൽ ചെകുത്താൻ കയറിയിരുന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് അംബേദ്കർ ചോദിച്ചത്. സോ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് മാത്രമല്ല, അതൊരു സ്പിരിറ്റ് ആയിരുന്നു. വാട്ട് വി കോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഭരണഘടനയുടെ അന്തസത്ത, ഭരണഘടനയുടെ ആമുഖവും ഭരണഘടനയിൽ ഉൾച്ചേർക്കപ്പെട്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സും മൗലികാവകാശങ്ങളും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഒക്കെ ചേർത്ത് വെക്കപ്പെടുന്ന ഒരു സ്പിരിറ്റാണ്, ഒരു വികാരമാണ് ഭരണഘടന എന്ന് പറയുന്നത്. അപ്പം ഡോക്യുമെൻറ്റിനേക്കാൾ ആ സ്പിരിറ്റിലേക്ക് നമ്മൾ തിരിച്ചു പോവേണ്ടത്. അതെങ്ങനെ സാധ്യമാവും? ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ഫംഗ്ഷനിലേക്ക് വരുന്ന ഘട്ടത്തിലും ഈ വൈരുദ്ധ്യം നമ്മൾ കണ്ടിരുന്നു. കേശവാനന്ദ ഭാരതി വിധിന്യായം, ഇന്ത്യയിലെ മഹാഭൂരിഭാഗം ജനങ്ങൾക്ക് ലാൻഡ് ഇല്ലാത്ത ഘട്ടത്തിൽ ലാൻഡ് റിഫോംസ് എന്ന് പറയുന്ന ആശയം, സോഷ്യൽ റവല്യൂഷൻ എന്ന് ഗ്രാൻവിലെ ഓസ്റ്റിനൊക്കെ പോലെയുള്ള ഭരണഘടനാ പഠിതാക്കൾ മുന്നോട്ട് വെച്ച ഈ പറയുന്ന ഭൂപരിഷ്കരണം എന്ന ആശയം മുന്നോട്ട് വെക്കപ്പെട്ടപ്പോൾ മൗലികാവകാശങ്ങളിലെ അനുച്ഛേദം 31 വിലങ്ങുതടിയായി നിന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി, ജന്മിമാരുടെ പ്രോപ്പർട്ടി എടുക്കാൻ മൗലികാവകാശം പ്രകാരം സാധിക്കില്ല. അപ്പോഴാണ് ഒന്നാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. ദിസ് കോൺട്രഡിക്ഷൻ വാസ് വിസിബിൾ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഓൾസോ. അതിനെ മറികടന്നുകൊണ്ടാണ് ഒരു കൺസെൻസസ് പോലെ കേശവാനന്ദ ഭാരതി വിധിന്യായം പോലും പ്രഖ്യാപിക്കപ്പെട്ടത്. സോ ഈ പറയുന്ന ഭരണഘടന മുൻനിർത്തിക്കൊണ്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമായ, ഭരണഘടനയുടെ ആശയങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ ഇതിലെന്താണ് പരിഹാരം? ഇതിലെന്താണ് പ്രതിവിധി? ഭരണഘടന സാധ്യമാക്കിയ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോവുക എന്നതാണ്. ഭരണഘടനയെ തന്നെ സാധ്യമാക്കിയ ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ഉണ്ട്. അതെന്താണ്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പൂർവ്വ കോളനി കാലഘട്ടത്തിലെ ഇന്ത്യൻ സ്റ്റേറ്റിനെയും സമൂഹത്തെയും മനസ്സിലാക്കണം. സുദീപ്ത കവിരാജ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഇമാജിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ കോളനി വൽക്കരണ കാലഘട്ടത്തിന് മുമ്പുള്ള സ്റ്റേറ്റിനെ, സമൂഹത്തെ വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹം അതിന് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം എന്ന് പറയുന്നത് സർക്കിൾ അമംഗ് സർക്കിൾസ് എന്നാണ്. വൃത്തത്തിനുള്ളിലുള്ള വൃത്തം. പല വൃത്തങ്ങളായിരുന്നു ഇന്ത്യൻ സമൂഹം കോളനി ഭരണകൂടം വരുന്നതിന് മുമ്പ്. അതിലൊരു വൃത്തം മാത്രമായിരുന്നു സ്റ്റേറ്റ്. അഥവാ സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാനുള്ള പരമാധികാര റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ മുമ്പ് ഉണ്ടായിരുന്നില്ല. ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സ്റ്റേറ്റ് എന്ന് കരുതപ്പെട്ടിരുന്ന മുഗൾ സ്റ്റേറ്റ് പോലും സമൂഹത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നില്ല. അത് ഇടപെടാൻ തുടങ്ങിയത് സത്യത്തിൽ കോളനി ഭരണകൂടം അവരുടെ ആശയം, ആധുനികത, നമ്മൾ കൊളോണിയൽ മൊഡേണിറ്റി, കൊളോണിയൽ ആധുനികത എന്നൊക്കെ വിളിക്കുന്ന കുറേ സംഗതികൾ വെച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു ഭരണകൂടം സ്ഥാപിക്കാൻ എന്നാണ് സുദീപ്ത കവിരാജൊക്കെ പറയുന്നത്. ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. വാർത്താ ചാറ്റർജിയൊക്കെ പോലെയുള്ള ആളുകൾ ഇതിൽ വ്യത്യസ്ത അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ രൂപപ്പെട്ടു വന്ന ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഇങ്ങനെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് സമൂഹങ്ങളെ ഒരൊറ്റ സമൂഹമാക്കി വാർത്തെടുക്കാനും ഒരൊറ്റ സ്റ്റേറ്റായി ഈ സ്റ്റേറ്റിനെ ഭരണകൂടത്തെ പരിവർത്തിപ്പിക്കാനും ഉണ്ടായപ്പോൾ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്ന ചില വൈരുദ്ധ്യങ്ങൾ, ആ വൈരുദ്ധ്യങ്ങളിൽ നിന്നുണ്ടായ രാഷ്ട്രീയം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം, ഭൂമിക എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ രൂപപ്പെട്ടു വന്ന ദേശീയതയോടെ തന്നെ രൂപപ്പെട്ടു വന്ന റെപ്രസെൻറ്റേഷന് വേണ്ടിയുള്ള വാദങ്ങൾ, ജ്യോതിബ ഫൂലെ, അദ്ദേഹത്തിൻ്റെ പത്രമായിരുന്ന ദീൻ ബന്ധു, ബാലഗംഗാധർ തിലകൻ്റെ പത്രമായിരുന്ന കേസരിയും തമ്മിലുണ്ടായ സംവാദങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ബാലഗംഗാധർ തിലകൻ നമുക്കൊക്കെ അറിയാം, ദേശീയതയുടെ ഏറ്റവും സമരോത്സുകമായ പ്രതീകമാണ്. ജ്യോതിബ ഫൂലെ സാമൂഹ്യനീതിയുടെ ഏറ്റവും ജ്വലിക്കുന്ന നക്ഷത്രമാണ്. ഇവർ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? കൊളോണിയൽ ഇന്ത്യൻ സ്റ്റേറ്റിൽ ബ്രിട്ടീഷ് സ്റ്റേറ്റ് മുന്നോട്ട് വെച്ച പല വിദ്യാഭ്യാസം, ജോലി തുടങ്ങിയ കാര്യങ്ങളിൽ ഓരോ സമൂഹങ്ങളുടെയും, പ്രത്യേകിച്ച് അധസ്ഥിത ജനവിഭാഗങ്ങളുടെ സ്ഥാനമെന്ത് എന്ന ചോദ്യത്തെ ചൊല്ലിയായിരുന്നു തർക്കങ്ങൾ ഉണ്ടായിരുന്നതെന്ന് കാണാം. ജ്യോതിബ ഫൂലെ പറഞ്ഞു, വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾക്ക് സംവരണം വേണം. തിലകൻ അതിനെ കണ്ടത് ദേശീയോദ്ഗ്രഥനത്തിനെതിരെയുള്ള, നേരത്തെ ബാബുരാജ് സാർ അത് മെൻഷൻ ചെയ്യുകയുണ്ടായി, ദേശീയത സെക്കുലറിസം, വർഗീയത സെക്കുലറിസം. ദേശീയതക്കെതിരെയുള്ള ഒരു ചോദ്യമായിട്ടാണ് ബാലഗംഗാധർ തിലക് അതിനെ കണ്ടത്. ഇന്നലെ ഗോപാൽ ഗുരു സാർ ഇവിടെ ഉണ്ടായിരുന്നു. ഗോപാൽ ഗുരു സാറിൻ്റെ ഒരു വർക്കിൽ തിലകൻ തേലി കമ്മ്യൂണിറ്റീസൊക്കെ, അഥവാ എണ്ണ ഉണ്ടാക്കി ജീവിക്കുന്ന
ജാതികളൊക്കെ അധികാരത്തിലെത്തിയാൽ അവരെന്താ ചെയ്യുക എന്ന് 1917 തിലകൻ പ്രസ്താവിച്ചു എന്നൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഈ തർക്കങ്ങൾ നമുക്ക് വളരെ വിസിബിളായിട്ട് പിന്നീട് അങ്ങോട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളിൽ കാണാൻ സാധിക്കുമായിരുന്നു. ദേശീയതയും ദേശീയതാവാദവും അതിനോടൊപ്പം ചേർന്നുള്ള സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെയും ജനപ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെയും കാര്യങ്ങൾ. ഇതേ സംഗതി 1892 തോന്നുന്നു ഇന്ത്യ കൗൺസിൽ ആക്ട് അത് വന്നതിനെ തുടർന്ന് വക്കാറുൽ മുൽക്ക്, മുഹ്സിനുൽ മുൽക്ക് ഒക്കെ പോലെയുള്ള മുസ്ലിം നേതാക്കന്മാരും ഇതേ ആവശ്യം ഉയർത്തുന്നുണ്ട്. അതിനെ തുടർന്നാണ് സത്യത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ പറയുന്ന സെപ്പറേറ്റ് ഇലക്ടറേറ്റ് പോലെയുള്ള സംഗതികൾ വന്നത്. ജ്യോതിബ ഫുലെയും ബാലഗംഗാധർ തിലകും തമ്മിലുള്ള സംവാദം പോലെ തന്നെ മൗലാന മുഹമ്മദ് അലിയും ഗോപാലകൃഷ്ണ ഗോഖലെയും ഏകദേശം സിമിലർ ലൈനിൽ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഗോപാലകൃഷ്ണ ഗോഖലെയൊന്നും പറയുന്നില്ല, പക്ഷേ മൗലാന മുഹമ്മദ് അലി, ഷബ്നം തേജാനിയുടെ സെക്യുലറിസത്തെ പറ്റിയുള്ള വർക്കിൽ ഇത് വളരെ കൃത്യമായി കോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൗലാന മുഹമ്മദ് അലി ഗോപാലകൃഷ്ണ ഗോഖലെയോട് ചോദിക്കുന്നു, ഗോഖലെ സർ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കൃത്യമായ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ യൂണിറ്റിയെ ബാധിക്കുക? ദേശീയതയെ എങ്ങനെയാണ് അതില്ലാതാക്കുക? ദേശീയത അതുപോലെ തന്നെ ഐക്യം എന്ന് പറയുന്നത് ഒരു സെൻറ്റിമെൻ്റൽ റബ്ബിഷ്നെസ് മാത്രമാക്കി ഉയർത്തിക്കാട്ടാതെ അതൊരു റിയൽ റൈറ്റിന് വേണ്ടിയുള്ള, യഥാർത്ഥ അവകാശത്തിന് വേണ്ടിയുള്ള സൂചകമായി ഉയർത്തിക്കാട്ടിക്കൂടെ എന്ന് മൗലാന മുഹമ്മദ് അലി ഒരു കത്തിൽ ചോദിക്കുന്നുണ്ട്. ഇത് പിന്നീട് വീണ്ടും നമുക്ക് കാണാം. അംബേദ്കർ ഗാന്ധി സംവാദം 1936 ലാഹോറിൽ നടത്തേണ്ടിയിരുന്ന ഒരു പ്രസംഗം അവസാന ഘട്ടത്തിൽ ക്യാൻസൽ ചെയ്യപ്പെടുകയും തുടർന്ന് ആ പ്രസംഗം സ്വന്തം പൈസ ഉപയോഗിച്ചുകൊണ്ട് പ്രിന്റ് ചെയ്ത് അംബേദ്കർ വിതരണം ചെയ്യുകയും ചെയ്ത സംഭവം. അതാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി നിർമൂലനം. ആ ടെക്സ്റ്റ് ഇതേ വിഷയം ചർച്ച ചെയ്യുന്നു. അംബേദ്കർ ആ പുസ്തകത്തിൽ ചോദിക്കുന്നത്, ദേശത്തെപ്പറ്റി നിങ്ങൾ സംസാരിക്കുന്നു, ഇന്ത്യയിൽ ഒരു ദേശമുണ്ടോ? കാരണം ദേശത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രാറ്റേണിറ്റി ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? ജാതീയത നിലനിൽക്കുമ്പോൾ അത് സാധ്യമാണോ എന്ന് അംബേദ്കർ ചോദിക്കുന്നു. ഇത് സൃഷ്ടിച്ച ഈ പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയം സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തോട് ജനാധിപത്യപരമായി പ്രതികരിച്ച ഗാന്ധിയും നെഹ്റുവും അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ ചേർത്ത ഒരു കൺസെൻസസിൻ്റെ പേരാണ് സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടന എന്നത്. പൂർണ്ണമായ ഒരു എല്ലാം തികഞ്ഞ ഒരു ഡോക്യുമെൻ്റോ എല്ലാത്തിനും പരിഹാര്യമായ ഒരു ഡോക്യുമെൻ്റോ ആണെന്ന് ഇരുപക്ഷവും കരുതിയിരുന്നില്ല. ഗാന്ധിയും കരുതിയിരുന്നില്ല, നെഹ്റുവും കരുതിയിരുന്നില്ല, അംബേദ്കറും കരുതിയിരുന്നില്ല, ആരും തന്നെ കരുതിയിരുന്നില്ല എന്ന് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഗാന്ധി ആദ്യമായി മരണം വരെ സത്യാഗ്രഹം കടക്കാൻ തീരുമാനിച്ചത് അംബേദ്കറിൻ്റെ ഞങ്ങൾ പട്ടികജാതിക്കാരെ, ദലിതരെ ഞങ്ങൾ തന്നെ റെപ്രസെൻ്റ് ചെയ്യും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആദ്യത്തെ ഫാസ്റ്റ് ടു ഡെത്ത് പ്രഖ്യാപനം, മരണം വരെ ഞാൻ സമരം കെടുക്കും എന്ന് പറഞ്ഞൊരു ആവശ്യം എന്ന പ്രഖ്യാപനം ഗാന്ധി നടത്തിയത്. പക്ഷെ ഗാന്ധി പിന്നീട് അംബേദ്കർ ഭരണഘടനയിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ ഇന്ന് കാണുന്ന SC/ST കോൺസ്റ്റിറ്റ്യുവൻസീസ് വരുമ്പോൾ അതിലൊക്കെ ചില കൺസെൻസസിന്, ചില എന്താ പറയുക, ഒരു വിട്ടുവീഴ്ചകൾക്കും പരസ്പരം തിരുത്താനും ഇവല്യൂഷന് വിധേയമാവാനും ഒക്കെ തയ്യാറായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സെപ്പറേറ്റ് ഇലക്ടറേറ്റിൻ്റെ വിഷയം നമ്മൾ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ലെക്ചറിലാണല്ലോ സംസാരിക്കുന്നത്. B. പോക്കർ എന്ന് പറയുന്ന കേരളത്തിൽ നിന്നുള്ള, മലബാറിൽ നിന്നുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗം നിരന്തരമായി ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നെഹ്റുവും പട്ടേലും ഒക്കെ ഇതിനെ തള്ളുന്നുണ്ട്. പക്ഷേ B. പോക്കർ സാഹിബ് വീണ്ടും വീണ്ടും സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഇല്ലാതെ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന് അവരുടെ അവകാശങ്ങൾ നേടാൻ കഴിയില്ല എന്ന ആവശ്യം പറയുന്നുണ്ട്. പക്ഷെ അത് അംഗീകരിക്കപ്പെടുന്നില്ല, വോട്ടിനിട്ട് തള്ളപ്പെടുന്നു. പക്ഷേ അവിടെയും ഒരു കൺസെൻസസ് പോലെ ഇന്ത്യൻ ഭരണഘടനയിൽ മൈനോറിറ്റി റൈറ്റ്സും ന്യൂനപക്ഷാവകാശങ്ങളും വകവെച്ച് നൽകപ്പെടുന്നു. അതെങ്ങനെ? എൻ്റെ വാദം ഇതാണ്, ഇത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളുടെ എൻലൈറ്റ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും എഴുതി വെച്ച സംഗതിയല്ല. ഇത് സാധ്യമാക്കിയത് സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയമാണ്. സാമൂഹ്യനീതി ഉയർത്തിയ ജ്യോതിബ ഫൂലെയും മൗലാന മുഹമ്മദ് അലിയും വക്കാറുൽ മുൽക്കും മുഹ്സിനുൽ മുൽക്കും അംബേദ്കറും ഗാന്ധിയും നെഹ്റുവും പട്ടേലും അടക്കമുള്ളവർ ഉയർത്തിയ അതിനോട് സംവദിച്ചുകൊണ്ട് അതിലുണ്ടായിട്ട് വന്ന കൺസെൻസസിൻ്റെ പേരാണ് സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടന എന്നത്. അതിനെ സാധ്യമാക്കിയ രാഷ്ട്രീയമാണ് ഇന്നത്തെ ഈ പ്രതിസന്ധിക്കുള്ള പരിഹാരം. ആ പരിഹാരത്തിലാണ് ഇന്ത്യയിലെ ഭരണഘടന
വീണ്ടെടുപ്പും ഇന്ത്യയിലെ ഭരണഘടനാ സംരക്ഷണവും ഇന്ത്യയുടെ ഭരണഘടനാ സ്പിരിറ്റും കുടികൊള്ളുന്നത് എന്നതാണ് ഞാൻ ഇവിടെ ഈ ഒരു സെമിനാറിൽ മുന്നോട്ട് വെക്കുന്ന ആശയം. ഭരണഘടന എന്ന് പറയുന്ന ടെക്സ്റ്റ് അല്ല, ഭരണഘടനയുടെ ആത്മാവ് സാമൂഹ്യ നീതിക്കായിട്ടുള്ള പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള അവശ വിഭാഗങ്ങളുടെ സമരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.